ഏതാനും ആഴ്ചകളായി വണ്ടിപ്പെരിയാർ മേഖലയിൽ ഭീതി പരത്തിയ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചതോടെ ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ. ഗ്രാമ്പിയിലെ സ്കൂളിന്റെ പരിസരത്ത് വരെ എത്തിയ കടുവയെ പിടികൂടാൻ കൂടൊരുക്കി കാത്തിരുന്നുവെങ്കിലും കടുവ കൂട്ടിൽ കയറിയില്ല. ഇതോടെ ഇന്നലെ വൈകിട്ട് മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ സമയം വൈകിയതിനാൽ ദൗത്യം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇതുവരെയും കണ്ടെത്താനാകാത്ത കടുവ കാലിന് പരിക്കേറ്റ നിലയിലായതിനാൽ അധികം ദൂരേക്ക് പോയിട്ടുണ്ടാവില്ലെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കടുവയെ കണ്ടെത്തുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചും നേരിട്ടിറങ്ങിയും പരിശോധന നടത്തിവരികയാണ്. അതേസമയം കടുവ റോഡ് മുറിച്ച് കടന്ന് മറുവശത്തേക്ക് പോയതായി സൂചനയുണ്ട്. സ്നിഫർ ഡോഗിനെ ഉപയോഗിച്ചും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം കടുവയെ തേക്കടിയിൽ എത്തിച്ച് ചികിത്സ നൽകാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അതേസമയം ഇന്നലെ ദൗത്യം പൂർത്തിയാക്കാമായിരുന്നുവെന്നും വനംവകുപ്പ് അതിന് തയ്യാറായില്ലെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കൃത്യമായ നിരീക്ഷണം നടത്താത്തതിനാൽ കടുവ എങ്ങോട്ട് നീങ്ങിയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നും നാട്ടുകാർ പറയുന്നു. വണ്ടിപ്പെരിയാറിലെ 15-ാം വാർഡിൽ ഇന്ന് വൈകിട്ട് 6 മണിവരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.